സംസ്ഥാനത്തെ ആശുപത്രി മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ തള്ളിയതിൽ നടപടിക്കൊരുങ്ങി സർക്കാർ. മാലിന്യങ്ങൾ ശേഖരിക്കാൻ കരാർ ഏറ്റെടുത്ത സുനേജ് ഇക്കോ സിസ്റ്റംസ് കമ്പനിക്കെതിരെ നിയമ നടപടി ഉണ്ടായേക്കും. കമ്പനിയുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടി. കേരളത്തിന് നാണക്കേടായ സംഭവത്തിൽ തമിഴ്നാട് BJP പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം സംസ്ഥാനത്തിനൊട്ടാകെ നാണക്കേട് വിളിച്ചു വരുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. മാത്രവുമല്ല, അവിടെ അണ്ണാമല അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ അതേപടി തന്നെ കേരളത്തിൽ കൊണ്ട് നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം വളരെ ശക്തമായി തന്നെ തിരിച്ചടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രക്ഷോഭത്തിൽ നിവർത്തികെട്ട് നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിക്കില്ല കാര്യങ്ങളെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും ദേവിക, കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ കൊണ്ട് തള്ളിയ സംഭവത്തിൽ സർക്കാർ നടപടിക്ക് ഒരുങ്ങുകയാണ്. മാലിന്യം ശേഖരിക്കാൻ കരാറെടുത്ത സുനേജ് ഇക്കോ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ നടപടിക്ക് ഒരുങ്ങുന്നത്. ഈ കമ്പനിയാണ് ഇത്തരത്തിലുള്ള വീഴ്ച വരുത്തിയതെങ്കിൽ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ഇത്തരം വരുന്ന മാലിന്യങ്ങൾ ഈ ആദ്യം കൊണ്ട് തള്ളിയിരുന്നത് തമിഴ്നാട് ബോർഡർ മേഖലകളായിരുന്ന കന്യാകുമാരിയിലായിരുന്നു. അവിടെ ഇത്തരത്തിൽ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രക്ഷോഭമായി എത്തിയതോടെയാണ് ഇത് പിന്നീട് തമിഴ്നാടിന്റെ തിരുനെൽവേലി പോലുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് നിക്ഷേപിക്കാൻ തുടങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ RCC പോലുള്ള സ്വകാര്യമായ രേഖകൾ സൂക്ഷിക്കേണ്ട ആശുപത്രികളിലെ രോഗികളുടെ രേഖകൾ ഉൾപ്പെടെ ഈ മാലിന്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ വിഷയം പുറത്തറിയിക്കുന്നത് തമിഴ്നാട് BJP ഘടകമാണ്. അപ്പോൾ അതിനുശേഷം പ്രതിഷേധം ശക്തമായതോടെയാണ് ഇത്തരത്തിൽ ഈ വേസ്റ്റ്, അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടി ആരംഭിച്ചത്. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ തിരുനെൽവേലിയിലെത്തി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ പിന്നീട് എവിടെയാണ് ഡംപ് ചെയ്യുന്നത് എന്നൊരു കാര്യത്തിൽ ഇതുവരെ വ്യക്തതയായിട്ടില്ല. തദ്ദേശ വകുപ്പിന് കീഴിലെ കോർപ്പറേഷനുകളിലൊക്കെ മാലിന്യം വരുന്ന കമ്പനിയാണ് ഇത്തരത്തിൽ ഈ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ തിരുനെൽവേലിയിലേക്ക് തള്ളിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അവിടെ നിന്നും അരി തരുമ്പോൾ ഇവിടെ നിന്നും മാലിന്യങ്ങളാണ് അങ്ങോട്ട് തള്ളുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കൃഷിയിടത്തിൽ കൊണ്ട് തള്ളിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ, അതോടൊപ്പം തന്നെ അജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കുന്നു. ഈ മാലിന്യങ്ങൾ വാരി മാറ്റിയതായിരുന്നു ആദ്യ നടപടി. പിന്നീട് ഈ കരാർ കമ്പനിക്കെതിരെ നടപടി എടുത്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ തദ്ദേശ വകുപ്പ് നൽകിയ ഈ കമ്പനി ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിച്ചിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ കമ്പനി ഈ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഈ കമ്പനിക്കെതിരെ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സർക്കാർ ഈ കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട്. തമിഴ്നാട് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വളരെയധികം ശക്തിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ദേവിക. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് ടിൻഡു ദാസ്.